മോളെ എത്ര വീഡിയോ അതില്ല, എത്ര വീഡിയോ മോളെ ബോറാ നിനക്ക് ബോറാവുന്നില്ല? ഭർത്താവിന്റെ കൊടിയ പീഡനത്തെ തുടർന്ന് UAE ഷാർജയിൽ 1.5 വയസ്സുകാരി മകളെ കൊലപ്പെടുത്തിയ ശേഷം വിഭജിക ജീവനൊടുക്കിയതിന്റെ ഞെട്ടൽ മാറിയിട്ടില്ല. അതേ നഗരത്തിൽ നിന്ന് വീണ്ടും സമാനമായ ദുരന്തം. തന്നെ സതീഷ് ക്രൂരമായി മർദ്ദിക്കുന്ന വിവരം അതുല്യ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നു. ഗാർഹിക പീഡന കേസിൽ ഇനി ആവർത്തിക്കില്ലെന്ന് എഴുതിക്കൊടുത്ത് മാപ്പ് പറഞ്ഞ് സതീഷ് തടിയൂരി. പിന്നാലെ വീണ്ടും മർദ്ദന പരമ്പര. മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും ഭർത്താവ് സതീഷ് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയതാണെന്നും അതുല്യയുടെ മാതാവ് 24നോട് പറഞ്ഞു. എന്റെ മോളെ അടിച്ചു കൊന്നതായിരിക്കും, അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കിയതായിരിക്കും, അല്ലാതെ ഒരിക്കലും അവൾ ആത്മഹത്യ ചെയ്യത്തില്ല. അവന് സംശയ രോഗമാണ്. എന്റെ മോൾക്ക് നീതി കിട്ടണം. അതുല്യ നേരിട്ട കൊടും പീഡനങ്ങൾ സുഹൃത്തും സാക്ഷ്യപ്പെടുത്തുന്നു. ഞാൻ അവളും കൂടി സംസാരിച്ചത് 11-ാം തീയതി ലാസ്റ്റ് ആയിട്ട് എന്നെ വിളിച്ചിട്ട് കരഞ്ഞിട്ടാണ് വിളിച്ചിട്ട് ഞാൻ വിളിച്ച് എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോൾ എനിക്കിനി സഹിക്കാൻ വയ്യടി, എനിക്ക് നിൽക്കാൻ വയ്യ, അയാളെന്നെ ശരിക്കും ഉപദ്രവിക്കുന്നുണ്ടെന്ന്, നന്നായിട്ട് ദേഹോപദ്രവം ചെയ്യുന്നുണ്ട് അവളെ. ആള് നല്ല മദ്യപാനിയാണ്. മദ്യപിച്ച് വന്നിട്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അയാൾ ചെയ്യുന്നത് അവളെ. സുഹൃത്തുക്കളായ പെൺകുട്ടികളോട് സംസാരിച്ചാൽ പോലും മർദ്ദിക്കുന്ന തരത്തിൽ സംശയരോഗത്തിന് അടിമയായിരുന്നു സതീഷെന്ന് അതുല്യയുടെ കുടുംബം തറപ്പിച്ചു പറയുന്നു. ജോലിക്ക് പോലും വിടാതെ ഫ്ളാറ്റിൽ പൂട്ടിയിട്ട് മർദ്ദിച്ചു. 10 വയസ്സുകാരി മകൾക്ക് വേണ്ടി അതുല്യ എല്ലാം സഹിച്ചു. ഒടുവിൽ മാതാപിതാക്കളെ തേടിയെത്തിയത് അതുല്യയുടെ മരണവാർത്ത.